ഇന്ന് കുറേ മണ്ടത്തരങ്ങൾ പറ്റിയ ദിവസാട്ടാ. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇന്ന് രാവിലെ തന്നെ ധൃതിയിൽ ഇറങ്ങിയേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുട്ടൂനെ സ്കൂളിലേക്ക് എക്സാമിനാക്കിയിട്ട് വേണം ഫാമിലിയിലൊരു ചോറൂണ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ വേഗം ബാഗ് എടുത്തിട്ട് പുറപ്പെട്ട് ഇറങ്ങിയിട്ടാ. എന്നിട്ട് രണ്ടിനും ഒരു വെളിവില്ല. ഞാൻ പുറപ്പെട്ടിറങ്ങി എൻ്റെ ബാഗും കൊണ്ടിട്ട് കുട്ടൂൻ്റെ ബാഗ് എടുത്തില്ല കേട്ടോ. പിന്നീട് ഒഴി കയറിയപ്പോഴാണ് കേട്ടോ അവൻ പറയണേ അവൻ്റെ ബാഗ് വന്ന്. അപ്പോഴാണ് പിന്നെ ബാഗ് എടുത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നിട്ട് വേഗം ഓടിപ്പോയിട്ട് അത് എടുത്തോടുന്നു കേട്ടോ. അപ്പോഴെങ്കിലും ഓർമ്മ വന്നത് ഭാഗ്യം, അല്ലെങ്കിൽ സ്കൂളിലെത്തിങ്ങ ആകെ നാണം കെട്ടാനെ. അപ്പം എന്താണ്, ഞാൻ ആ ധൃതിയിൽ കുട്ടൂനെ കൊണ്ടുപോയൊക്കെ അങ്ങനെ നേരെ പോണച്ചിട്ടല്ലേ പോയത്. അപ്പോൾ അത്രയും ബുദ്ധിയുടെ ഒരു കടുപ്പം കൊണ്ട് ഞാൻ ഉണ്ണിക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് വന്ന് ഇത് എടുത്തിട്ട് ഭാഗ്യം ഞാൻ അവിടെ എത്തിയിട്ട് ഓർമ്മ വരാനത് പോവുകയാണേ വീണ്ടും. അങ്ങനെ ഞാൻ കുറേ ബോധമില്ലാത്ത പരിപാടികൾക്ക് ശേഷം റോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ റോട്ടിൽ നിന്ന് ചേച്ചി ബസ്സിൽ കയറിയിട്ടുണ്ട് അവിടെ നിന്ന്, ഷൊർണൂർ സ്റ്റാൻഡിൽ നിന്ന്. അപ്പോൾ അവൾ വരുന്ന അതേ ബസ് നോക്കിയിട്ട് കയറി കഴിഞ്ഞാൽ ഒരുമിച്ച് പോവാമല്ലോ. അവൾ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ എന്നെ ബസ്സിലാണ് കയറിക്കണേന്ന് വിളിച്ച് പറയും. അപ്പോൾ ഞാനും ആ ബസ് നോക്കി കയറും. അവളെനിക്ക് സീറ്റ് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എങ്ങടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചാണ് പോവുക. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒരുവിധം നേരം വൈകിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ണിയുടെ പേരിടലൊക്കെ കഴിഞ്ഞു. ആരിഷ് കൃഷ്ണ എന്നാണ് ഉണ്ണിക്ക് പേരിട്ടത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആയുഷും ആരിഷും ആയിട്ടോ. അങ്ങനെ പിന്നെ സദ്യ ഉണ്ടാനിരുന്നപ്പോൾ സദ്യ പിന്നെ ഫുള്ള് വെടിച്ച് കഴിച്ചു കേട്ടോ. സദ്യ ഉണ്ടിട്ട് കുറേ നാളായി. അതുപോലെ തന്നെ പാലട പായസം പഴം പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ചു പോരുമ്പോഴാണ് കേട്ടോ അടുത്ത മണ്ടത്തരം. പായസം മുഴുവൻ കുടിച്ച് കയറ്റിയിട്ട് ഭയങ്കര വെള്ളം ദാഹം. എന്നിട്ട് വെള്ളം വാങ്ങിയതും ബസ് വന്നു. അപ്പോൾ ബസ്സിൽ കയറി എന്നിട്ട് വെള്ളം കുപ്പി തുറന്നതും വെള്ളം കുപ്പിയുടെ മൂടി തെറിച്ച് പോയി. കുപ്പിക്ക് മൂടിയില്ല, കുപ്പിയിൽ നിറച്ച് വെള്ളമുണ്ട്. പിന്നെ ബസ് ഇറങ്ങാറാകുമ്പോഴേക്കും വെള്ളം കുടിച്ച് തീർത്തുട്ടാ. ചേച്ചി നേരെ അങ്ങനെ ബസ്സിൽ പോയി. ഞാൻ ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടാ. ഇനി വെയിലും കൊണ്ട് നടക്കാനുള്ള എനർജി ഒന്നും ഇല്ല കേട്ടാ. അപ്പം നേരെ വണ്ടിയിൽ പോന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ എന്താ പറയുക, ഇന്നത്തെ മണ്ടത്തരങ്ങളുടെ മഹാമഹം അവസാനിച്ചിരിക്കുന്നു. ഇന്ന് എന്തൊക്കെയാണോ ഇനി വരാതിരിക്കണേ അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.